ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് തുടക്കം തന്നെ നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. ഇന്നത്തെ വെറും ഒരു യാത്രാ വ്ളോഗല്ല, കുറച്ച് രുചിക്കൂട്ടുകൾ തേടിയിട്ടുള്ള ഒരു യാത്രാ വ്ളോഗ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ പോകുന്നു കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് നമുക്ക് കുറച്ച് അതിഥികളൊക്കെ ഉണ്ട് ഈ വ്ളോഗിൽ. ഒറ്റ മൈൻഡ് പല രുചികൾ കോഴിക്കോടൻ സ്റ്റോറീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഫുഡ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഇടയിലെ ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടുത്തെ തിരക്ക് പോലെ ഞങ്ങൾ അടുത്ത് നേരെ വിട്ട് ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ സീറ്റ് ഇടാൻ കുറച്ച് പണി വിട്ടു. അങ്ങനെ 2 പൊറാട്ടയും 2 പത്തിരി 2 പഴംപൊരിയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ചായയും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ നല്ല തട്ടി വിട്ടിട്ട് നേരെ ഇടയിലെ ഹോട്ടലിൽ അവിടുന്ന് ഒരു ബീഫ് റോസ്റ്റും ഉപ്പുമാവും വാങ്ങിച്ചിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് ഫുൾ ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു പിടിയുണ്ട്. ഈ ട്രിപ്പ് ഫുഡിന്റെ മെയിൻ കോർഡിനേറ്റർ നമ്മുടെ ഈ മുജിക്കയാണ്. അവിടെ നിന്ന് നേരെ അടുത്ത ലൊക്കേഷനിലേക്കുള്ള പോക്കാണ്. ഡെസ്റ്റിനേഷൻ അലിക്കാന്റെ പിസ്തക്കട. എല്ലാവരും ജ്യൂസിനും ഷേക്കിനും വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് നാരങ്ങ സോഡയും പിന്നെ പിസ്ത ഷേക്കും കൂടെ ഒരു ഓമക്കായ ജ്യൂസും കുടിച്ചിരുന്നു. അടുത്തത് കടലാസ് കഫേയിലേക്കായിരുന്നു. അത് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കോജയിലേക്ക് പോയി. വിൻഡോ സീറ്റ് പിടിച്ച് ഞങ്ങൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2 മൊജിറ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞ് നേരെ ഞങ്ങൾ വിട്ടത് കുട്ടിച്ചിറ ബിരിയാണി സെന്ററിലേക്ക്. കാട ബീഫ് കോഴി അങ്ങനെ 3 ബിരിയാണികളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അടിച്ച കത്താക്കി അടുത്തോട്ടം പിടിച്ച് ഗണേഷ് ഫ്രൂട്ട് ആൻഡ് ജ്യൂസിലേക്കാണ്. ഒരു നൂറയും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് 7 പേരും കൂടി കുടിച്ചു കിട്ടും. പിന്നെ നേരെ വിട്ടത് ഗോകുലം മാളിലേക്കാണ്. കാണാത്ത ലോകത്ത് ചെന്ന പോലെ ഞങ്ങൾ അവിടെ ആടിപ്പാടി നടന്നു. പിന്നീട് അവിടെ നടന്നത് ഞങ്ങളൊരു ഡാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം ആളുകൾ അവിടെ നിന്ന് കൂടി. ഡാൻസിന് ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ചെന്നെത്തിയത് ഹോട്ടൽ സാഗറിലേക്കാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കടത്തായി കോഴിക്കോട് ബീച്ചിലെ കട നമ്പർ 39 ഒരു പ്രത്യേകത കൂന്തൽ നട്സും കല്ലുമക്കായ ഫ്രൈയും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അവിടെ നിന്ന് നേരെ ചൊരണ്ടി ഐസിലേക്ക് എരിവ് മധുരം മിക്സഡ് ഈ 3 ചൊരണ്ടി ഐസും ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഉപ്പിലിട്ടതും കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ കടലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റി. അവസാനം ഞങ്ങൾ മിഠായി തെരുവിലെത്തി. അവിടുത്തെ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര ഒരു വെറൈറ്റി രുചിക്കൂട്ടുകൾ തേടിയുള്ള യാത്രയായിരുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ വലിയ രുചികളും മനോഹരമായ ഓർമ്മകളും സമ്മാനിച്ച് ഞങ്ങളുടെ മുജിക്ക് കിട്ടിയ കുതിരപ്പാട് കോഴിക്കോടൻ രുചി ആസ്വദനത്തിന് ശേഷം ജനറൽ കമ്പാർട്ട്മെന്റിൽ ഈ തിരക്കോടുകൂടി ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ ഗൈസ്.